മിനി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ടി ബി മിനി, ഈ വിചാരണ ഇത്രമാത്രം നീണ്ടുപോകുന്നതിൽ ആണ് സുപ്രീം കോടതി പ്രധാനമായും ആശങ്ക ഉന്നയിച്ചത്. അതുതന്നെയാകണം ഇത്ര നാൾ കയറി ഇറങ്ങണോ ഒരു പ്രതി ഈ ജാമ്യം തേടുന്നതിൽ എന്നുള്ള പരാമർശമൊക്കെ കോടതി നടത്തുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചത്? അത് പ്രോസിക്യൂഷൻ തടസ്സവാദം ഉന്നയിച്ചതിലെ വീഴ്ചയാണോ, അല്ലെങ്കിൽ ഇതിലൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു നീതി പ്രതിക്കാണെങ്കിൽ പോലും ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിലാണോ കോടതി ജാമ്യം നൽകുന്നത്? അല്ല, പ്രോസിക്യൂഷൻ തടസ്സവാദം ഉന്നയിച്ചല്ല. അതാണ് ഇപ്പൊ ഹലോ പ്രോസിക്യൂഷൻ ഇതിനൊരു തടസ്സം ഉന്നയിച്ചു. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ഒരു പ്രതിക്ക് സുപ്രീം കോടതിയൊക്കെ അതെല്ലാം പരിഗണിക്കാം. കാരണം ഒരു പ്രതിയുടെ മാത്രം കാര്യമല്ലല്ലോ പരിഗണിക്കുന്നത്. ഒരു ടോട്ടൽ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ വിചാരണ പൂർത്തീകരിച്ചിരിക്കുന്നു, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അടക്കം വിസ്തരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അയാളെ ജയിലിലിടണോ എന്ന് കോടതി സ്വാഭാവികമായും ചിന്തിച്ചിട്ടുണ്ടാകാം. അതാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് അത് ഒട്ടും നല്ലതല്ല. ഇപ്പൊ അതിജീവിതയെ സംബന്ധിച്ചു നിരാശജനകവും മാത്രമല്ല ഭയം ഉണ്ടാക്കുന്നതും തന്നെയാണ്. കാരണം ഈ ഞങ്ങളുടെ ഈ ദൃശ്യങ്ങളുടെ മറ്റേ മെമ്മറി കാർഡും ഫോണും ഇയാളുടെ ഉണ്ട്. ഞങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഒരു സാധനമാണ് അത്. അതിനുവേണ്ടിയല്ല അയാൾ അതൊക്കെ ചെയ്തത്. സ്വാഭാവികമായും അയാൾ ഇനി ഒരു ക്രൈം ചെയ്യില്ല എന്നൊരു ഉറപ്പ് വരുത്താനൊന്നും കോടതിക്ക് കഴിയില്ല. അത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചും അതിന്റെ പ്രൈവസിയെ സംബന്ധിച്ചും ഉള്ള കാര്യങ്ങൾ ഗൗരവമായിട്ട് ഈ ഘട്ടത്തിൽ കേവലമായി ഒരാൾ ഇത്ര കാലം ജയിലിലാണോ എന്നതിൽ അപ്പുറമുള്ള കുറച്ച് കോൺസിക്വൻസസ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് വേണ്ടത്ര കരുതിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. അഡ്വക്കേറ്റ്, അതിജീവിതയുടെ അഭിഭാഷകൻ എന്ന നിലയിൽ കൂടി ഇതിൽ ഇനി ജാമ്യം അനുവദിച്ച സാഹചര്യത്തിൽ ഇനി എന്താണ് പോംവഴി? അതായത് നമുക്ക് എങ്ങനെ കർശന ഉപാധികൾക്കായുള്ള ഒരു സമ്മർദ്ദം സാധ്യതയൊക്കെ ഉണ്ടോ? ഇനി ഒന്നുമില്ല. അല്ല, ഉപാധികൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നല്ലേ സുപ്രീം കോടതിയായി പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് ഇതിലില്ല സുപ്രീം കോടതിയിൽ. നീനു, ഈ ഇത്തരത്തിലുള്ളൊരു ഭീഷണിക്കുള്ള സാധ്യതയുണ്ട്, പുറത്തിറങ്ങിയാൽ അയാൾ മുങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അല്ല, മുങ്ങുക എന്ന് പറയുന്നതിനേക്കാൾ ഞാനതിൽ കാണുന്ന സീരിയസ്നെസ് അത്. കാരണം ഈ ഫോൺ അയാളുടെ കയ്യിലാണ്, മനസ്സിലായി. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലൈഫിനും നമ്മുടെ ജീവിതത്തിനും പിന്നെയും ത്രെട്ടായിട്ട് തന്നെ ഇയാൾ നിൽക്കും. കാരണം മറ്റ് ക്രൈമുകൾ ഈവൻ കൊലപാതകം അല്ലെങ്കിൽ സാധാരണ റേപ്പ് അതുപോലെ അല്ല ഇത്. റേപ്പ് ചെയ്ത് നഗ്ന ചിത്രങ്ങൾ അയാൾ പകർത്തിയിരിക്കുന്നു എന്ന് പറയുന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട വിഷയം. അത് കൺസിഡർ ചെയ്തില്ല കോടതി. അത് നമുക്ക് ഉള്ള വിഷമം. നമുക്ക് മുന്നിൽ ഒരു സ്റ്റെപ്പില്ല. നമുക്ക് ഈ ജാമ്യത്തിൽ നമുക്ക് സുപ്രീം കോടതിക്ക് അപ്പുറം കോടതി ഇല്ലല്ലോ. അതെ, അതാണ് ഒരു പ്രശ്നം. ഈ വിചാരണ കോടതിയിൽ ഈ അനാവശ്യമായിട്ടുള്ള വലിച്ചിഴക്കൽ ഇത്രമാത്രം അനാവശ്യം എന്നൊന്നും നമുക്ക് ആ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. കാരണം അതൊരു ആസ് ഓഫ് റൈറ്റ്, പെർട്ടിക്കുലർ റൈറ്റ് ആണ് ക്രോസ് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ ഓരോരോ ആൾക്കാർ അവരവരുടെ താല്പര്യപ്രകാരമാണ് ക്രോസ് ചെയ്യണത്. ഇത്രേ ദിവസം എടുക്കണോ അല്ലാതെ ചുരുക്കി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അവര് തീരുമാനിക്കുന്ന കാര്യമാണ്. അതിൽ ഞങ്ങൾക്ക് ഇന്റർഫിയർ ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു. പ്രോസിക്യൂഷനും ചെയ്യാൻ പറ്റില്ല. കാരണം ക്രോസ് ചെയ്യാന്ന് പറയുന്നത് പ്രതികളുടെ അഡ്വക്കേറ്റ്സിന്റെ റൈറ്റ് ആണ്, അല്ലെങ്കിൽ പ്രതിയുടെ റൈറ്റ് ആണ്. അപ്പൊ അതിന് ആരും ഇന്റർഫിയർ ചെയ്യാറില്ല, കോടതിയെ ഇന്റർഫിയർ ചെയ്യാറില്ല. വിഷയങ്ങളിലുണ്ട് കേട്ടോ. ഈ അതിജീവിതയുമായി സംസാരിച്ചിരുന്നു ഇക്കാര്യം ജാമ്യം ലഭിച്ച ശേഷം? ഇല്ല, ഇപ്പല്ലേ വന്നത്. നമ്മൾ നോക്കാൻ ആലോചിക്കട്ടെ. ശരി ശരി ശരി. അഡ്വക്കേറ്റ് ടി ബി മിനിയാണ് അതിജീവിതയുടെ അഭിഭാഷക കൂടിയാണ്. രാഹുൽ ഈശ്വർ.